കുട്ടികൾക്ക് ഇപ്പോൾ വെക്കേഷൻ ആയിട്ടുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കണം പല വ്യൂവേഴ്സും എന്നോട് ചോദിച്ച ഒരു കാര്യമാണ് കുട്ടികളെ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ച് തുടങ്ങേണ്ടത് എന്ന്. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അവര് വെറുത്തു പോവും ഇംഗ്ലീഷ്. പക്ഷെ എന്റെ കാര്യത്തിൽ ഞാൻ ചെയ്തത് അതായിരുന്നില്ല. അവരും ജയിച്ചു, നമ്മളും ചെയ്തു. ഇത് കുട്ടികൾക്ക് വരാതെ നോക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമ്മൾ പ്രധാനമായും നോക്കുന്നത് 3 കാര്യങ്ങളാണ്. 1, എപ്പോഴാണ് കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് തുടങ്ങേണ്ടത്. 2, എങ്ങനെയാണ് അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടത്. 3, അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇതിൽ ആദ്യത്തെ ചോദ്യം, അവരെപ്പോഴാണ് പഠിപ്പിച്ച് തുടങ്ങേണ്ടത് എന്നതിന് ഉത്തരമായിട്ട് ഞാൻ ഇവിടെ ഒരു സേയിങ് കാണിക്കാം. ക്യാച്ച് ദം യങ് എന്ന് വെച്ചാൽ എന്താന്ന് മനസ്സിലായോ? ഈ ഇംഗ്ലീഷ് പഠിപ്പിക്കൽ എന്നുള്ളത് മാത്രമല്ല, ഏത് കാര്യവും കുട്ടികളെ എത്ര നേരത്തെ ട്രെയിൻ ചെയ്ത് തുടങ്ങാൻ സാധിക്കുമോ അത്രയും നല്ലത്. കാരണം ഈ കുട്ടികളുടെ മനസ്സെന്ന് പറയുന്നത് ബ്ലോട്ടിംഗ് പേപ്പർ പോലെയാണ്. അപ്പൊ എത്ര നേരത്തെ നമുക്കൊരു കാര്യം അവരെ പഠിപ്പിക്കാൻ സാധിക്കുമോ അത്രയും നന്നായി അവർക്കത് എബ്സോർബ് ചെയ്തെടുക്കാൻ, അവർക്കത് എക്വയർ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, ഇവിടെ നമ്മൾ ഭാഷയെക്കുറിച്ചല്ലേ പറയുന്നത്. ഒരു ഭാഷ പഠിക്കുക എന്ന് പറയുമ്പോൾ അത് വെറുതെ പഠിച്ചിരുന്നാൽ പോരല്ലോ, അത് പ്രയോഗിക്കണ്ടേ, അത് സംസാരിക്കണ്ടേ. അത് സംസാരിക്കുന്നതിനുള്ള സങ്കോചം, ആ ഒരു ഇനിബിഷൻ കുട്ടികൾക്ക് ഒട്ടും തന്നെ ഉണ്ടാവില്ല. അപ്പൊ എത്ര നേരത്തെ ഒരു ഭാഷ അവരെ പഠിപ്പിച്ചു തുടങ്ങാൻ സാധിക്കുമോ അത്രയും നല്ലത്. പക്ഷെ ഇവിടെ ഞാൻ ഉപയോഗിക്കുക വേറൊരു വാക്കാണ്. നമ്മളിവിടെ അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയല്ല വേണ്ടത്, ഇംഗ്ലീഷുമായി അവരെ അടുപ്പിക്കുകയാണ് വേണ്ടത് തുടക്കത്തില്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്ക് തോന്നുന്നു ഞാൻ പറയേണ്ടത്, ഇത് ചെയ്യുന്ന സമയത്ത്, ഈ ഇംഗ്ലീഷ് പഠനം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതായിരിക്കും. അപ്പൊ അതിൽ ആദ്യത്തെ എന്താണെന്നറിയാമോ? ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ച സമയത്ത് നമുക്കുണ്ടായിട്ടുള്ള പല മോശം അനുഭവങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഹേർട്ട്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി കാണാം. ഇതൊന്നും കുട്ടികളെ ബാധിക്കരുത് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത്, ഒരു പക്ഷെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചത് ശരിയായ രീതിയിലായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ചെറുപ്പത്തിൽ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആരെങ്കിലും അത് തെറ്റിയതിന്റെ പേരിൽ നിങ്ങളെ പരിഹസിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കളിയാക്കിയതിന്റെ ആ ഒരു ഹേർട്ട് ഇപ്പോഴും നിങ്ങൾക്കുണ്ടാവാം. ഇതൊന്നും, ഇതിന്റെ ആ ഒരു നെഗറ്റിവിറ്റി, ഇതിന്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ ഒന്നും ഒരു തരത്തിലും കുട്ടികളെ ബാധിക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇംഗ്ലീഷ് പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായ ആ മോശം അനുഭവങ്ങൾ കുട്ടികൾക്കുണ്ടാവില്ല എന്ന് നിങ്ങൾ തീരുമാനമെടുക്കണം. ഇപ്പൊ നിങ്ങൾ കരുതും അങ്ങനെ ഒരിക്കലും നമ്മൾ നമ്മുടെ കുട്ടികളെ കളിയാക്കില്ലല്ലോ എന്ന്. അതെനിക്കും അറിയാം. പക്ഷെ പലരും അവര് പോലും അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് ശരിയല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ശരിയായ രീതിയിൽ സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും കുട്ടികൾ ഇത് വേഗം പഠിച്ചെടുക്കണം, അവർക്ക് ശരിയായി സംസാരിക്കാൻ പറ്റണം എന്നൊക്കെയുള്ള ഒരു ഏർജൻസി ഉണ്ടല്ലോ, ആ ഒരു തിടുക്കം, അത് പല പേരൻസും കാണിക്കാറുണ്ട്. അപ്പൊ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, കുട്ടികൾ എന്തെങ്കിലും ഒരു തെറ്റ് വരുത്തിയാലോ അങ്ങനെ എന്തെങ്കിലും ഒരു വീഴ്ച ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വശത്തു നിന്നുണ്ടായാൽ ഇവര് പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പൊ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പെരുമാറ്റം കുട്ടികൾക്ക് ഇംഗ്ലീഷിനോടുള്ള ആ ഒരു താല്പര്യം ഉണ്ടല്ലോ അതിനെ ബാധിക്കാം. ഇത് സംഭവിക്കാതെ നോക്കണം. വേറൊരു കാര്യം, എനിക്കോ സാധിച്ചില്ല എന്നാ നിന്നെ കൊണ്ട് എത്രയും വേഗം ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് കാര്യം എന്നുള്ള മാതിരി ഇറങ്ങിത്തിരിക്കുന്ന പേരൻസും ഉണ്ട്. അതും കുട്ടികൾക്ക് ഈ ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു ബേർഡൻ ആയിട്ട് തോന്നാൻ തുടങ്ങും. അതൊരിക്കലും സംഭവിക്കരുത്. ഇംഗ്ലീഷ് പഠനം എന്ന് പറയുന്നത് ഒരു പഠനമായിട്ട് അവർക്ക് തോന്നരുത്, ഇംഗ്ലീഷുമായിട്ട് കൂട്ടുകൂടുന്നത് പോലെ മാത്രമേ തോന്നാവൂ. അതായത് ഇതെല്ലാം ഒരു ഫൺ ആക്ടിവിറ്റി പോലെ തോന്നണം, ഒരു ഭാരപ്പെട്ട കാര്യം പോലെ അവർക്ക് തോന്നരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചെയ്യരുതാത്ത 3ാമത്തെ കാര്യം, അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഒരു കാരണവശാലും ഗ്രാമർ വെച്ച് ആവരുത്. അതായത് ഗ്രാമർ ആയിരിക്കരുത് ആദ്യം പഠിപ്പിച്ചു തുടങ്ങുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇവരെന്തായാലും സ്കൂളിൽ പോകുമ്പോൾ അവിടുന്ന് ഗ്രാമർ പഠിക്കാൻ പോകുന്നതാണ് അല്ലേ. കാരണം സ്കൂളിൽ സിലബസിന്റെ ഭാഗമായിട്ട് ഈ ഗ്രാമർ വരും. പിന്നെ എന്തിനാണ് നമ്മൾ അവരെ ഗ്രാമർ പഠിപ്പിച്ചു തുടങ്ങുന്നത്? നമുക്കൊക്കെ പറ്റിയത് എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഒരുപാട് ഗ്രാമർ പഠിച്ചു, ഗ്രാമറാണ് പഠിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ. ഈ ഗ്രാമറിന്റെ ഭാരം മുഴുവൻ മനസ്സിൽ വെച്ചിട്ടും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയില്ല. അതല്ലേ പലരുടെയും പ്രശ്നം അല്ലേ. അപ്പൊ നമുക്ക് അവിടെ മിസ് ചെയ്തത് എന്താണ്? ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ചാൻസ് കിട്ടിയില്ല, അല്ലെങ്കിൽ ചാൻസ് കിട്ടിയിട്ടും നമ്മളത് ഉപയോഗിച്ചില്ല പേടി കൊണ്ട്. ഇതൊക്കെയല്ലേ പറ്റിയത്. ഇത് കുട്ടികൾക്ക് വരാതെ നോക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോ
ഇംഗ്ലീഷ് അവരെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഞാൻ ആദ്യം പറയുക, പറ്റുന്നത്ര ഇംഗ്ലീഷുമായിട്ട് അവരെ അടുപ്പിക്കുക. അതിനെന്ത് ചെയ്യാൻ പറ്റും? ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുക. അപ്പൊ ഇത് ഏത് പ്രായത്തിലാണ് തുടങ്ങേണ്ടതെന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. എത്രയും നേരത്തെ പറ്റുമോ അത്രയും നേരത്തെ തുടങ്ങാൻ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 2 വയസ്സുള്ളപ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിന് മുൻപേ തന്നെ അവർ പുസ്തകം മറിച്ച് തുടങ്ങാനുള്ള പ്രായമാവുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിത്രം കാണാനുള്ള പ്രായമാവുമ്പോൾ ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പൊ അവർ ഇംഗ്ലീഷ് ആണ് പഠിക്കുന്നതെന്നൊന്നും ഓർത്തുകൊണ്ടല്ല അവരത് ചെയ്യുന്നത്. അവര് നോക്കുന്നത് ആ കളർഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ആയിരിക്കും. അപ്പൊ ആ പടങ്ങൾ കാണട്ടെ, കൂട്ടത്തിൽ നിങ്ങൾ അതിന്റെ പേരും പറയുകയാണ് അല്ലെ. അവരത് കാണുന്നു, ഈ പേര് കേൾക്കുന്നത് ഇംഗ്ലീഷിലുള്ള ഒരു വേർഡ് ആണ്, പക്ഷെ അതൊന്നും അവരറിയുന്നില്ല. അപ്പോൾ ആ ഒരു പരിചയം, സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യല്ലേ, അതാണ് അവരുടെ മനസ്സിൽ നിൽക്കാൻ പോകുന്നത്. അപ്പൊ അറിയാതെ, അവര് പോലും അറിയാതെ ഈ പുസ്തകങ്ങളോടും പിന്നെ ഈ ഭാഷയോടും, കേൾക്കുന്നത് ഇംഗ്ലീഷ് ആണല്ലോ, ഇതിനോടും അവർക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ 2 വയസ്സിലൊക്കെ തന്നെ തുടങ്ങാവുന്ന ഒരു കാര്യമാണ്. അവിടെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാവുന്നത് പിക്ചർ ബുക്സ് ആണ്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പിക്ഷണറീസ് എന്ന് പറയും. ഇപ്പൊ ഡിക്ഷണറി ഉണ്ടല്ലോ, അപ്പൊ പിക്ചർ ഉള്ള തരം ഡിക്ഷണറി, അതിനാണ് നമ്മൾ പിക്ഷണറി എന്ന് പറയുന്നത്. അപ്പൊ ഇവർ അത് പലപ്പോഴും കട്ടിയുള്ള പേജസ് ആയിരിക്കും ഇങ്ങനെയുള്ള ബുക്സിന്റെ. അത് ഓരോന്നായിട്ട് മറിച്ച്, ഇപ്പൊ ഒരു ആപ്പിൾ കാണിക്കുന്നു, അതിന്റെ അടുത്ത് ആ പിക്ചർ ഉണ്ട്, അവർ നമ്മൾ ആപ്പിളിനൂടെ പറയുന്നു, അവരത് കേൾക്കുകയാണ് അല്ലെ. ഇതുപോലെ ഓരോ വാക്കും ഇതിങ്ങനെ പലതവണ ചെയ്തു കഴിയുമ്പോൾ ഈ ഒരു പടം കാണുമ്പോൾ തന്നെ അവർ ആ വാക്ക് പറഞ്ഞു തുടങ്ങുന്നത് അങ്ങനെയാണ്. നിങ്ങൾ പോലും അറിയാതെ, അവർ പോലും അറിയാതെ അവർ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ പഠനമല്ല, ഇംഗ്ലീഷുമായിട്ട് ഒരു അടുപ്പം, ഒരു ചങ്ങാത്തം, ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ തീരെ കുഞ്ഞു കുട്ടികൾക്ക് നമുക്ക് ഈ പിക്ഷണറീസ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ വലുതായാലോ അവരുടെ പ്രായത്തിന് പറ്റിയ തരത്തിലുള്ള സ്റ്റോറി ബുക്സ് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അതിന് ഏത് നല്ല ബുക്ക് സ്റ്റോഴ്സിൽ പോയാലും നമുക്കത് കിട്ടും. ഇനി നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ബുക്ക് സ്റ്റോഴ്സ് ഇല്ല എന്നാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാവുന്നതേ ഉള്ളൂ. അത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ പ്രായത്തിന് പറ്റിയ ബുക്സ് വാങ്ങിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് അവരെ വായിച്ച് കേൾപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഒരുമിച്ച്, ഇപ്പോൾ അമ്മയും കുട്ടിയും, അല്ലെങ്കിൽ അച്ഛനും കുട്ടിയും, അല്ലെങ്കിൽ അമ്മയും അച്ഛനും കുട്ടിയും കൂടെ ഈ ബുക്ക് ഇങ്ങനെ വായിക്കുകയാണ്. അപ്പൊ അത് നിങ്ങൾക്കൊരു ബോണ്ടിങ് ടൈം ആണ്. അത് മാത്രമല്ല, കുട്ടി ആ ഒരു സമയം അത് ഇഷ്ടപ്പെടാൻ തുടങ്ങും. അപ്പോൾ ബെഡ് ടൈം ഒക്കെ ആവുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ സ്റ്റോറീസ് വായിച്ചു കൊടുക്കാം. അപ്പൊ അവർ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങും, കാത്തിരിക്കാൻ തുടങ്ങും ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട്. കുട്ടികളെ ഇംഗ്ലീഷുമായിട്ട് അടുപ്പിക്കാൻ നമുക്ക് ചെയ്യാവുന്ന രണ്ടാമത്തെ കാര്യം, അവരുടെ പ്രായത്തിന് അനുയോജ്യമായ ഇംഗ്ലീഷിലുള്ള TV ഷോസ് അല്ലെങ്കിൽ കാർട്ടൂൺസ് ഒക്കെ ഉണ്ടല്ലോ, അത് അവരെ കാണിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരിക്കലും ഗുണത്തെക്കാൾ കൂടുതൽ ദോഷം വരുന്ന രീതിയിൽ നമ്മൾ ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും നമ്മൾ അവരെ ഒരിക്കലും മൊബൈലിൽ കാണാൻ അനുവദിക്കരുത്. കാരണം കുട്ടികളുടെ ലൈഫിലേക്ക് എപ്പോഴാണ് മൊബൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊരു ധാരണ നമ്മൾ പേരൻസിനാണ് ഉണ്ടാവേണ്ടത്. ഇത് TV കാണുന്നത് തന്നെ അതിന് കൃത്യമായൊരു സമയം വെക്കുക. ഇത്ര സമയം ആണ് ഒരു ദിവസം കാണാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചൊരു ബോധ്യം അവർക്ക് തന്നെ ഉണ്ടാവണം. കാരണം അപ്പൊ ഇവിടെ ഇതിന്റെ കൂട്ടത്തിൽ അവർ ഡിസിപ്ലിൻ കൂടെ പഠിക്കുകയാണ് അല്ലെ. അല്ലാതെ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ട് എത്ര നേരം വേണമെങ്കിലും കാർട്ടൂൺ കാണുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു മോശം ഒരു ഇൻഫ്ലുവൻസ് അവിടെ അവരുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അതിന് നിങ്ങൾ ഇട കൊടുക്കരുത്. പിന്നെ ഈ കൊച്ചുകുട്ടികൾ ഇങ്ങനെ കാർട്ടൂൺസ് ഒക്കെ കാണുമ്പോൾ അവർ പോലും അറിയാതെ അവർ ഇംഗ്ലീഷാണ് കേൾക്കുന്നത് അല്ലെ. അതിന്റെ ഗുണമുണ്ട്. കുറച്ചുകൂടെ വലിയ കുട്ടികളാണെങ്കിൽ, ഇപ്പൊ പ്രൈമറി ക്ലാസ്സസിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെന്ന് പറയുമ്പോൾ അവർക്ക് അവിടെ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് കൂടെ ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് അവർ വായിച്ചുകൊണ്ട് അവർ കാണട്ടെ. അപ്പൊ കുറച്ചുകൂടെ അവർ അവിടെ ഇംഗ്ലീഷ് യൂസ് ചെയ്യാണ്. ഇംഗ്ലീഷ് പറ്റുന്ന പോലെയൊക്കെ അവർ വായിക്കുന്നുണ്ട് അല്ലെ, കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അവരെ ആ ഇംഗ്ലീഷുമായിട്ട് അടുപ്പിക്കാൻ സഹായിക്കും. ഇനി ഇവിടെ എല്ലാം ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ വായിക്കുകയാണെങ്കിലും ഇതുപോലെ TV ഷോസ് കാണുകയാണെങ്കിലും പലപ്പോഴും അവർ പുതിയ വാക്കുകൾ പിക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇത് ഒരു ബുക്കിൽ എഴുതി വെക്കാൻ അവരോട് ആവശ്യപ്പെടുക. അപ്പൊ ഇത് തന്നെ ഒരു സാധാരണ നോട്ട്ബുക്കിൽ എഴുതി വെക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അവർക്കൊരു സ്ക്രാപ്പ് ബുക്ക് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാം. ഇത് കുറച്ചുകൂടെ കളർഫുൾ ആവും. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ താല്പര്യം ഉണ്ടാവും ഇത് ചെയ്യാൻ. ഒരു ദിവസം ചെയ്താൽ പോരല്ലോ, എന്നും അത് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് അവർ കാണിക്കാൻ തുടങ്ങും. അപ്പൊ ഇവിടെ ഈ ഒരു പുതിയ വാക്ക് കിട്ടി, അത് എഴുതിയിട്ട് അതിനടുത്ത് അതിന് പറ്റിയ എന്തെങ്കിലും ഒരു പിക്ചർ കിട്ടുകയാണെങ്കിൽ അത് വെട്ടി അവിടെ ഒട്ടിച്ചു വെക്കാൻ പറയൂ. അല്ലെങ്കിൽ അവർക്ക് വരയ്ക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ആ വാക്കിന് പറ്റിയ ഒരു പിക്ചർ അവിടെ വരയ്ക്കാൻ പറയൂ അവരോട്. അപ്പൊ അവര് പോലും അറിയാതെ ഇതിനൊക്കെ ഒരു താല്പര്യം അവിടെ ജനിക്കുകയാണ്. അപ്പൊ അവിടെ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളതിലുപരിയായിട്ട് ഇംഗ്ലീഷ് പഠനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി കൂടെ അവർ ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെയാണ് അത് ഒരു ഫണ്ണായി മാറുന്നത്. ഇൻട്രസ്റ്റോടെ, താല്പര്യത്തോടെയാണ് അവർ അത് ചെയ്യുക.
അപ്പൊ അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നിന്ന് പോവില്ല, ഇത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. ഇനി അടുത്തത്, സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടില് കുട്ടികളോട് ഇംഗ്ലീഷ് സംസാരിക്കുക. ഞാൻ ഈ പറഞ്ഞതിനർത്ഥം നമ്മുടെ മാതൃഭാഷയായ നമ്മുടെ മലയാളം നമ്മൾ മറക്കണം എന്നല്ല. മലയാളം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അറിഞ്ഞേ പറ്റൂ, അല്ലേ? അപ്പോൾ പ്രശ്നം എന്താന്ന് വെച്ചാല് പല സ്കൂൾസിലും അവർക്ക് അവിടെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള സാധ്യത, ചാൻസസ്, പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ ചില സ്കൂൾസിലെങ്കിലും കുട്ടികൾ അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ അവസരം ഇല്ലാതെ വരുന്നു. അത് ഒഴിവാക്കാനാണ് ഞാൻ വീട്ടില് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ സംസാരിക്കാൻ പറഞ്ഞത്. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഞാൻ ചെയ്തത് അതായിരുന്നില്ല. കാരണം എൻ്റെ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് സ്കൂളിംഗ് എല്ലാം നടന്നത് കുവൈറ്റിലാണ്. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് സ്കൂൾസിലുള്ളത്. അപ്പൊ എനിക്കറിയാം കുട്ടികൾ എന്തായാലും സ്കൂളിൽ ഇംഗ്ലീഷ് സംസാരിക്കും, സംസാരിക്കാതെ തരവില്ല, അവർക്ക് കാര്യങ്ങൾ നടന്നു പോകണ്ടേ, അപ്പൊ അവർ ഇംഗ്ലീഷ് സംസാരിച്ചോളും. പക്ഷേ അവിടുത്തെ പ്രശ്നം മലയാളം മറക്കുമോ എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഇതുപോലെ വെക്കേഷൻ വന്നപ്പോൾ ഞാൻ ചെയ്തത് കുട്ടികളെ വീട്ടിലിരുത്തി അക്ഷരമാല തുടങ്ങി പഠിപ്പിച്ച് മലയാളം പഠിപ്പിച്ച് മലയാളം സംസാരിക്കാനും എഴുതാനും വായിക്കാനും എല്ലാം പഠിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ അവസ്ഥ അനുസരിച്ച്, നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മൾ ചെയ്യുക. ഇപ്പൊ ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് പുറത്ത് സംസാരിക്കാൻ അവസരം കിട്ടില്ല, സ്കൂളിൽ വേണ്ടത്ര അവസരം കിട്ടില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇംഗ്ലീഷ് സംസാരിക്കൂ. നേരെ മറിച്ച് കുട്ടികൾ ആവശ്യത്തിന് പുറത്ത് സ്കൂളിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, അവർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റിയ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ മലയാളം തന്നെ പറഞ്ഞാൽ മതി. അവിടെ ഒരു നിർബന്ധം ഒന്നുമില്ല വീട്ടിൽ ഇംഗ്ലീഷ് തന്നെ പറഞ്ഞിരിക്കണം എന്ന്. നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ ചെയ്യൂ. പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ പറ്റുമെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കൂ എന്ന്. അപ്പൊ തന്നെ നിങ്ങൾ വിചാരിക്കണ്ട അയ്യോ എൻ്റെ ഇംഗ്ലീഷ് പെർഫെക്റ്റ് അല്ലല്ലോ എന്ന്. ഇംഗ്ലീഷ് പെർഫെക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് ഇവിടെ ഒരു വിഷയമേ അല്ല. നിങ്ങളുടെ ഗ്രാമർ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ പെർഫെക്റ്റ് അല്ലായിരിക്കാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷിൽ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ച് തീരെ ചെറിയ കുട്ടികളോട് സംസാരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, അവരോട് സംസാരിച്ച് തുടങ്ങും. കാരണം നിങ്ങൾക്കറിയാലോ നമുക്ക് പലർക്കും പറ്റിയത് ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചിരുന്നു, പക്ഷെ നമ്മൾ സംസാരിക്കാൻ മറന്നുപോയി, അല്ലേ? അപ്പോൾ പിന്നെ കുറച്ച് മുതിർന്നു കഴിഞ്ഞപ്പോൾ വേണമെന്ന് വെച്ചാലും സംസാരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളായി, സങ്കോചമായി, ആളുകൾ എന്ത് വിചാരിക്കുന്നുള്ള ആ ഒരു ഇനിബിഷനൊക്കെ വന്നു. ഇത് കുട്ടികൾക്ക് വരരുതെന്നുള്ളതല്ലേ നമ്മുടെ ആവശ്യം. അപ്പൊ ഗ്രാമർ അവരെ സ്കൂളിൽ പഠിച്ചോളും. ഈ ഗ്രാമർ എല്ലാം പഠിച്ചു വരുമ്പോൾ സംസാരിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പ് അവർക്ക് ഉണ്ടാവണം, അതിനുള്ള ആ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവണം. അതിന് അവരോട് ഇംഗ്ലീഷിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയൂ, അവർ തിരിച്ചും പറയട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും കുട്ടികളോട് സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച് പറഞ്ഞു തുടങ്ങുക, അല്ലാതെ അവിടെ ഒരു പ്രോപ്പർ സെന്റൻസ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയണം എന്നില്ല. അപ്പൊ നമ്മളൊരു പൂച്ചയെ കണ്ടുവന്നിരിക്കട്ടെ, അപ്പൊ അവിടെ ഇറ്റ് ഇസ് എ കാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടി അതൊന്നും ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല. അപ്പൊ അവിടെ വെറുതെ സി എ കാറ്റ് എന്ന് പറഞ്ഞാൽ മതി. ദേ ഒരു പൂച്ച എന്ന് പറയുന്നില്ലേ, അതുപോലെ സി എ കാറ്റ്. അത് കഴിഞ്ഞ് പൂച്ചയ്ക്ക് 4 കാലുകളുണ്ട്, ഇറ്റ് ഹാസ് 4 legs എന്നൊന്നും പറയണ്ട അവിടെ. സി ഇറ്റ്സ് എ വൈറ്റ് കാറ്റ്, അതൊരു വെള്ള പൂച്ചയാണ്, എ വൈറ്റ് കാറ്റ്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഫ്രേസസ് ആണ് അവിടെ നമ്മൾ പറയുന്നത്. എ കാറ്റ്, എ വൈറ്റ് കാറ്റ്. അപ്പോൾ കുട്ടികൾക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ മതി, തീരെ കൊച്ചു കുട്ടികളോട്. ഇനി അടുത്ത പ്രാവശ്യം ഈ പൂച്ചയെ കാണുമ്പോൾ ഇവർക്ക് കാറ്റ് എന്നുള്ള വാക്ക് കിട്ടിയില്ലെങ്കിൽ മിക്കവാറും പേരൻസ് പറയുമല്ലോ, എന്താണത്, ആ വാക്ക് പറയിപ്പിക്കാൻ ശ്രമിക്കുമല്ലോ. അവർക്ക് ആ വാക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ അവരെ അത് പറയാൻ ഓർമ്മിപ്പിച്ച് ആ ഭാരം കൊടുക്കണ്ട, നമ്മൾ വീണ്ടും അത് പ്രോംപ്റ്റ് ചെയ്യുക, നമ്മൾ ആ ഒരു ക്ലൂ കൊടുക്കുക, അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. കുട്ടി അത് പതുക്കെ പഠിച്ചോളും. അപ്പൊ ഇങ്ങനെ ആ ഒരു പുതിയ ഭാഷ പരിചയപ്പെട്ട് അത് പതുക്കെ അവർ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഒരു തരത്തിലും അവരെ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യരുത് കേട്ടോ. അവരെ അയ്യോ അതല്ല വാക്ക്, ഇതാണ് വാക്ക് എന്നൊന്നും പറയരുത്. അപ്പോഴാണ് അവര് കൂടുതൽ കോൺഷ്യസ് ആവും, ഈ ഒരു കാര്യം പഠിക്കുകയാണെന്നുള്ള ഒരു ഭാരം അവർക്ക് തോന്നും. ഇപ്പോ 3-ലോ 4-ലോ ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടി പറയാണ് നമ്മളോട് ഐ വോണ്ട് ആപ്പിൾ, എനിക്ക് ആപ്പിൾ വേണം എന്നാണ് പറഞ്ഞത്. മലയാളത്തിൽ നമ്മൾ അങ്ങനെയല്ലേ പറയാം, എനിക്ക് ആപ്പിൾ വേണം. അപ്പൊ അതാണ് അവൻ പറയുന്നത്, ഐ വോണ്ട് ആപ്പിൾ. അപ്പൊ നമുക്കറിയാം അവിടെ ആൻ ആപ്പിൾ എന്ന് പറയണം, അതാണ് കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന രീതി, അല്ലേ? അപ്പൊ അവിടെ നമുക്ക് ഓ യു വോണ്ട് ആൻ ആപ്പിൾ, മനസ്സിലായോ? അവിടെ നമ്മൾ പ്രത്യേകിച്ച് ആപ്പിൾ എന്ന് പറഞ്ഞാൽ പോരാ, ആൻ ആപ്പിൾ എന്ന് പറയണം എന്നൊന്നും പറയണ്ട, യു വോണ്ട് ആൻ ആപ്പിൾ. അപ്പൊ അവര് പോലും അറിയാതെ അവിടെ ആ ഒരു കറക്ഷൻ നടക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങളുടെ മോൾക്ക് അല്ലെങ്കിൽ മോന് അവന്റെ പുസ്തകം വേണം, അപ്പൊ ഐ വോണ്ട് ബുക്ക് എന്നാണ് ഇവൻ പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവനെ ശരിക്ക് കറക്റ്റ് ചെയ്യാം, എന്റെ ബുക്ക് എന്ന് പറയാൻ മൈ ബുക്ക് എന്ന് പറയൂ എന്നൊക്കെ പറയാം. അതൊന്നും വേണ്ട, യു വോണ്ട് യുവർ ബുക്ക്, യു വോണ്ട് യുവർ ബുക്ക്, നിനക്ക് നിന്റെ പുസ്തകം വേണോ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും അവിടെ എന്റെ എന്നുള്ളതിനുള്ള വാക്ക് വേണം അല്ലേ. അപ്പൊ അവിടെ നമുക്കത് പതുക്കെ അതിന്റെ ഇടയിൽ അങ്ങ് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, യു വോണ്ട് യുവർ ബുക്ക്,
സേ ഐ വാണ്ട് മൈ ബുക്ക്. അപ്പൊ ഇത് കുറച്ചുകൂടെ വലിയ കുട്ടിയായതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് കേട്ടോ. ഇതെല്ലാം ആ ഒരു ഫ്രണ്ട്ലി ടോണിൽ, ഒരു ഭാരം ഒട്ടും ആവാത്ത രീതിയിൽ ഇത് ഓരോ പുതിയ കാര്യങ്ങൾ കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു കാരണവശാലും ഗ്രാമർ വെച്ച് അവരെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് തുടങ്ങാതിരിക്കുക. അവര് വെറുത്തു പോവും ഇംഗ്ലീഷ്. ഇതിന് പകരം നമുക്ക് ചെയ്യാവുന്നത്, അവർക്ക് ഡെയിലി ലൈഫിൽ ആവശ്യം വരുന്ന തരം ചില സെന്റൻസ് പാറ്റേൺസ് ഇല്ല ഇംഗ്ലീഷിൽ, അത് സ്ഥിരം പറയുക, അത് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു കാര്യം വേണം എന്ന് പറയാൻ നമ്മൾ എന്ത് പറയും? ഐ വോണ്ട്, അല്ലേ? അപ്പോൾ എനിക്ക് കളിക്കണം, ഐ വോണ്ട് ടു പ്ലേ എന്നാണ് പറയുക. അപ്പൊ ഇത് സ്ഥിരം കേൾക്കുന്ന കുട്ടിക്ക് അവിടെ സബ്ജക്ട് വേർബ് ഒന്നും അവർ ചിന്തിക്കുന്നില്ല. ഐ വോണ്ട് ടു പ്ലേ, അത്രയേ ഉള്ളൂ. എനിക്ക് വായിക്കണം, ഐ വോണ്ട് ടു റീഡ്. അപ്പൊ അവർ അടുത്ത പ്രാവശ്യം പറയണ എനിക്ക് പുറത്ത് പോകണം എന്നുള്ളതിന് ഐ വോണ്ട് ഗോ ഔട്ട് എന്ന് അവർ പറയില്ല, ഐ വോണ്ട് ടു വരണം എന്ന് അവർക്കറിയാം. ഐ വോണ്ട് ടു ഗോ ഔട്ട് എന്ന് തന്നെ അവർ പറയും. അപ്പൊ അത് സ്ഥിരമായിട്ട് ഇങ്ങനെ പറഞ്ഞ് അവർ കേൾക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ പാറ്റേൺ അവർക്ക് മനസ്സിൽ കിട്ടണം. അതുപോലെ വീട്ടിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി ഇത് ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമ്മൾ അവർ വിളിക്കും, അല്ലേ? അപ്പൊ നമുക്ക് ഇറ്റ്സ് ടൈം ടു ഈറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ടൈം ടു ഈറ്റ്. അപ്പൊ ഇതൊരു സ്ഥിരം ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു പാറ്റേൺ ആണ്. ഇറ്റ്സ് ടൈം ടു, ചെയ്യാൻ സമയമായിരുന്നു. ഇറ്റ്സ് ടൈം ടു സ്റ്റഡി, ഇറ്റ്സ് ടൈം ടു പ്രേ. അപ്പൊ ആ ഒരു പാറ്റേൺ അവർക്ക് കിട്ടി. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ എന്നെ സഹായിക്കാമോ എന്ന് ചിലപ്പോൾ നമുക്ക് അവരോട് ചോദിക്കേണ്ടി വരില്ലേ? അപ്പോൾ ക്യാൻ യു ഹെൽപ്പ് മീ, ക്യാൻ യു ഹെൽപ്പ് മീ, ചെയ്യാൻ പറ്റുമോ, ചെയ്യാമോ എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? അപ്പോൾ എപ്പോഴും ആവശ്യം വരുന്ന ഇതുപോലെയുള്ള ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. ഇത് സ്ഥിരം ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞ് എഴുതിപ്പിച്ചൊന്നും പഠിപ്പിച്ചില്ലെങ്കിലും ഇത് ഇവരുടെ മനസ്സിൽ നിൽക്കും. അതുപോലെ നിങ്ങൾക്ക് അറിയായിരിക്കും, പലപ്പോഴും ടീച്ചേഴ്സ് പുതിയ വേർഡ്സ് പഠിപ്പിക്കുമ്പോൾ അത് അവരുടെ മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ആ റിയാലിയ, അതായത് ആ റിയൽ ഒബ്ജക്ട്സ് അവർ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ വീട്ടിൽ നമുക്ക് എന്ത് സൗകര്യമാണ്, എന്തുമാത്രം വൊക്കാബുലറിയാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുക, ശരിയല്ലേ? ഓരോ സാധനങ്ങളും നമ്മൾ കാണുകയാണ്. ചെറിയ കുട്ടികൾക്ക് ഈ ഓരോ വസ്തുവിന്റെയും ഇംഗ്ലീഷിലുള്ള പേര് പഠിക്കുമ്പോൾ തന്നെ എന്തുമാത്രം വേർഡ്സ് ആണ് കിട്ടുന്നത്, ശരിയല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് ആ വീട് തന്നെ പഠിക്കാൻ പറ്റിയ ഒരു സ്ഥലമാക്കി മാറ്റാൻ പറ്റും. പക്ഷെ അവർക്ക് ഒരിക്കലും ഇത് പഠിക്കുകയാണെന്ന് തോന്നരുത്. അപ്പൊ സാധാരണ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് നടക്കുന്ന കൂട്ടത്തില് അറിയാതെ അവർ ഇംഗ്ലീഷ് മനസ്സിലേക്ക് എടുക്കുകയാണ്. അപ്പൊ നമ്മൾ പേരൻസ് എപ്പോഴും ഇതൊക്കെ ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ചെയ്ത് തുടങ്ങുന്നത്. പക്ഷെ കുട്ടികൾക്ക് തോന്നരുത് ഇതൊരു ലേണിംഗ് പ്രോസസ് ആണ് എന്ന്. അവർക്കിതൊരു ഫണ്ണായിട്ട്, അതിന് പറ്റിയ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ആയിട്ട് മാത്രമേ തോന്നാവൂ. അല്ലെങ്കിൽ ഡെയിലി വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളുടെ കൂട്ടത്തിൽ അവർ ഇംഗ്ലീഷ് എന്തൊക്കെയോ പറയുന്നു, അങ്ങനെ മാത്രമേ അവർക്ക് തോന്നാവൂ. അത് മാത്രമല്ല, നമ്മളിപ്പോ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ബുക്ക് വായിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് ബുക്ക് വായിപ്പിക്കുന്നു, ഇതെല്ലാം ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ട് മാത്രം നിന്ന് പോരുത്. ആരംഭശൂരത്വം പറ്റില്ല. ഇത് റെഗുലർ ആയി ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ എന്ത് കാര്യത്തിലെയും പോലെ ഇവിടെയും ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയില്ലേ, സ്ഥിരമായിട്ട് ചെയ്യുക. ആ സ്ഥൈര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മലയാളം നമുക്ക് വളരെ പ്രിയപ്പെട്ടതും വളരെ പ്രധാനപ്പെട്ടതുമാണെങ്കിലും ഇംഗ്ലീഷിനും അതേപോലെ തന്നെ പ്രാധാന്യമുണ്ട് ഇന്നത്തെ കാലത്ത്. കാരണം ഇന്ന് നമ്മുടെ കുട്ടികൾ അവരുടെ പഠനത്തിന് ഏത് രാജ്യത്താണ് പോവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പ്ലേസ്മെന്റ് കിട്ടിയിട്ട് അവർ ഏത് രാജ്യത്താണ് പോയി ജോലി ചെയ്യുക എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എല്ലാം കാര്യങ്ങൾ നടന്ന് പോകണമെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് കോൺഫിഡന്റ് ആയി ഉപയോഗിക്കാൻ സാധിക്കണം. അതിന് അവരെ ചെറുപ്പത്തിലെ തന്നെ എത്രയും നേരത്തെ പറ്റുമോ അത്രയും നേരത്തെ ഇംഗ്ലീഷുമായി അടുപ്പിക്കുക, ഇംഗ്ലീഷുമായി കൂട്ടുണ്ടാക്കുക. പഠനം പിന്നെയും നടന്നോളും. അപ്പോൾ ഇംഗ്ലീഷ് പിന്നീട് പഠിക്കുന്നത് വളരെ ഫ്രീ ആയി സംസാരിക്കാൻ വേണ്ടുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ ഒരു സങ്കോചമില്ലായ്മ, അത് അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ, ആ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ അവരും ജയിച്ചു, നമ്മളും ജയിച്ചു. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ പേരൻസിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ. സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ദൈ വരുന്ന ട്യൂസ്ഡേ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അന്ന് കാണാം. ബൈ.